Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. മഴക്കാല മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ MLA റോജി എം ജോൺ അധ്യക്ഷത വഹിച്ചു. അപ്പോൾ അതേ തുടർന്ന് നമ്മളെല്ലാ നിയോജകമണ്ഡല അടിസ്ഥാനത്തിലും നമ്മൾ ഇതുപോലെ യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോകാനും ഇവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തത്. പല പഞ്ചായത്തുകളും ഇതിനോടകം തന്നെ പഞ്ചായത്ത് തലത്തിൽ ഈ യോഗം ചില പഞ്ചായത്തുകളിലൊക്കെ ഇതിനോടകം തന്നെ ചേർന്നിട്ടുണ്ട്. ചില പഞ്ചായത്തുകൾ ഇനി ചേരാനുണ്ട്. അപ്പോൾ നമ്മളിത് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് 2018-19 അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അത്തരം സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ വർഷവും കൃത്യമായി മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഈ വർഷം നമ്മൾ മുൻപെങ്ങും കാണാത്ത തരത്തിലുള്ള ഒരു കാലവർഷത്തിൻ്റെ സ്വഭാവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്ന മഴ എന്ന് പറയുന്നത് സാധാരണ വേനൽ മഴയ്ക്ക് നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത്തവണ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മഴക്കാലം എങ്ങനെയാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും നമുക്ക് അതുകൊണ്ട് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ നടത്തിപ്പോകണം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്നും മറ്റു വകുപ്പുകളിൽ നിന്നും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും അതുപോലെ ഇനി ചെയ്യാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞാൽ ഓരോ പഞ്ചായത്തിൽ നിന്നും വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ തുടർന്ന് നമുക്ക് മറ്റു കാര്യങ്ങൾ കൂടി തീരുമാനിച്ച് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇവിടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തും. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ എല്ലാവർക്കും ജലദോഷമാണ്, എനിക്കുണ്ട്. പ്രസിഡന്റ് ഇവിടെ തീരെ വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്യാപകമായിട്ട് ആളുകൾക്ക് പനി, ജലദോഷം വരുന്നുണ്ട്. നമ്മൾ ഡെങ്കു എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ? ഇല്ല, എവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ ഡെങ്കു ഒന്നും. എലിപ്പനി, ഡെങ്കു ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഈ ഡോക്സിസൈക്കിളിലൊക്കെ കൊടുക്കാറുണ്ടോ ആരോഗ്യക്കുഴി? കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊരു പ്രത്യേക ശ്രദ്ധ എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് ക്ലോറിനേഷൻ, അതുപോലെ തന്നെ ക്ലോറിനേഷൻ ക്ലീനിങ് കാര്യങ്ങളിലൊന്ന് ഒരു ശ്രദ്ധ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിരിക്കും. കൃത്യമായി മുന്നൊരുക്കങ്ങൾ നടത്തി ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നമുക്ക് പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല. സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ പരാതികൾ കിടകൊടുക്കാതെ തന്നെ നമ്മൾ നന്നായിട്ട് പോയിട്ടുണ്ട്. ഞാനിവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടില്ല. ഇറിഗേഷൻകാർ എന്താ വരാത്തതെന്ന് അന്വേഷിക്കണം. കാരണം അവർക്ക് മെയിൻ റോളുള്ള ഒരു കാര്യമാണ്. അവർക്ക് അറിയിപ്പ് കൊടുത്തിരുന്നതാണ്. നമ്മൾ ഇവിടെ പാലക്കാട് പ്രസിഡന്റ് പറഞ്ഞ കാര്യം, നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ നിരവധി തോടുകളുണ്ട്. ഒന്ന് നായത്തോട് തുറ മുതൽ ആരംഭിക്കുന്ന മുല്ലശ്ശേരി തോട്, അതുപോലെ തന്നെ മാഞ്ഞാലിത്തോട്, ആലുവ തോട്, അതുപോലെ തന്നെ ആറാട്ടുപുഴ, അതുപോലെ ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച നമ്മുടെ കൊറ്റമം തോട് എന്നാണ് അതിന് പറയുന്നത്. മൂലേപ്പാറയിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ കൊറ്റമം പെരിയാറിൽ അവസാനിക്കുന്ന കൊറ്റമം തോട്. അപ്പോൾ ഈ തോടുകളുടെ എല്ലാം ശുചീകരണം നമ്മൾ കൃത്യമായിട്ട് നടത്താറുള്ളതാണ്. മുൻ വർഷങ്ങളിൽ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് മഴയ്ക്ക് മുമ്പ് നമ്മൾ അതിൻ്റെ പായൽ, പുല്ല്, ചെളി എല്ലാം നീക്കം ചെയ്ത് ഇതിൻ്റെ നീരൊഴുക്ക് സുഗമമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ വാഹിനിയുടെ ഭാഗമായിട്ട് നമ്മൾ ഓപ്പറേഷൻ വാഹിനിയിൽ പെടുത്തി ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ തന്നെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നതിനകത്ത് ഇതെല്ലാം ഉണ്ട്. മഴക്കാലവുമായി ബന്ധപ്പെട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉദ്യോഗസ്ഥരുടെ യോഗം അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്നു. റോജി എം ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഡെപ്യൂട്ടി കളക്ടർ റജീന, തഹസിൽദാർ ഡിക്സി, PWD ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, അങ്കമാലി മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വിവിധ പഞ്ചായത്തുകളുടെ സെക്രട്ടറിമാർ, വില്ലേജ് ഓഫീസർമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പോൾ അതുകൂടി പരിശോധിക്കണം മാത്രമാണ്. ബാക്കി നമ്മൾ പഞ്ചായത്ത് ഉദ്ഘാടനവും അതുപോലെ വാർഡ് തലത്തിലെ പ്രവർത്തനങ്ങളും നടത്താനും സാനിറ്റേഷൻ കമ്മിറ്റി കൂടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ കറുറ്റി പഞ്ചായത്തിൻ്റെ തീരും. അപ്പോൾ MLA പറഞ്ഞ പോലെ തന്നെ മഴ നേരത്തെ തൊട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ പഞ്ചായത്തിലെടുക്കാൻ മാസം ലാസ്റ്റോട് കൂടി തന്നെ സാനിറ്റേഷൻ കമ്മിറ്റികളൊക്കെ തീർന്ന് വാർഡുകളിലുള്ള പ്രവർത്തനങ്ങളായി. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, behind Chungat Jewelry, Angamali.